വെൽക്കം ബാക്ക് ടു ലെവൽ അപ്പ് ലേണിംഗ് പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ VHSCയിലെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള പ്രൊജക്ട് ഫോർമുലേഷനാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പോകുന്നത്. ഓൾറെഡി 2 ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തതാണ്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ചാപ്റ്റേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് നമ്മളുടെ ചാപ്റ്ററിൽ കുറച്ച് പ്രോബ്ലംസാണ് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടുള്ളത്. കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതും എന്നാൽ സയൻസ് സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഡിഫിക്കൽട്ടും ആയിട്ടുള്ളതാണ് ഈ ഒരു വരുന്ന 2 ചാപ്റ്റേഴ്സും. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രൊജക്റ്റ്. എ പ്രൊജക്ട് സിംപ്ലി റെഫേഴ്സ് ടു എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓർ എനി പ്രോഗ്രാം ഓഫ് ആക്ഷൻ മെയ്ഡ് ഫോർ പ്രോഫിറ്റ്. സോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീനെ നമുക്ക് പ്രൊജക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. എ പ്രോജക്റ്റ് ഈസ് എ സ്പെസിഫിക് ആക്ടിവിറ്റി ഓൺ വിച്ച് മണി ഈസ് സ്പെൻഡ് ഇൻ എക്സ്പെക്ടേഷൻ ഓഫ് റിട്ടേൺ. സോ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട്, ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് പൈസ ചെലവാക്കുന്ന, മണി സ്പെൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് പ്രൊജക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഓൺട്രപ്രണർഷിപ്പിൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്, ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു പ്രൊജക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫേസസ് ഓഫ് പ്രൊജക്ട്. പ്രൊജക്റ്റിൻ്റെ ഘട്ടങ്ങൾ 6 ഘട്ടങ്ങളാണ് പ്രൊജക്റ്റിനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ. അതായത് നമ്മളൊരു ഐഡിയ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഐഡിയ നമ്മൾ കണ്ടെത്തുന്നു. ദെൻ ഫോർമുലേഷൻ. ഫോർമുലേഷനിൽ ഈ ഐഡിയ നമ്മൾ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫീസബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് അതിൻ്റെ പ്രോസും കോൺസും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. തേർഡ് സ്റ്റേജ് ഇസ് എപ്രൈസൽ. എപ്രൈസലിൽ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി, വയബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഫോർത്ത് സ്റ്റേജ് ഈസ് സെലക്ഷൻ. അതായത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ നിന്നും ഒരു ബെറ്റർ ആയിട്ടുള്ള, ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ. അതായത് സെലക്ട് ചെയ്ത പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്, നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇവാലുവേഷൻ ആണ്. അതായത് ഇംപ്ലിമെൻ്റ് ചെയ്ത പ്രൊജക്റ്റ് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റിലേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫേസസ് ഓഫ് പ്രൊജക്റ്റ് 6 phases ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ, സെക്കൻഡ് ഈസ് ഫോർമുലേഷൻ, തേർഡ് വൺ appraisal, fourth is selection, fifth implementation, and last one is evaluation. Project formulation. It involves a step-by-step investigation of the project idea. It can be called a feasibility and viability study. It is the process of examining technical, economic, financial and commercial aspects of a project. സോ ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെ നമുക്ക് പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് വിളിക്കാം. അതായത് ഇതിൻ്റെ ഒരു ഫീസബിലിറ്റി അല്ലെങ്കിൽ വയബിലിറ്റി സ്റ്റഡി ആയിരിക്കും. വയബിലിറ്റി അല്ലെങ്കിൽ ഫീസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമുക്ക് എന്താണ് പ്രാക്ടിക്കലി അത് പോസിബിൾ ആക്കി മാറ്റാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഈ ഫീസബിലിറ്റി അല്ലെങ്കിൽ വയബിലിറ്റി സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കലും ഇക്കണോമിക്കും ഫിനാൻഷ്യലും കൊമേഴ്ഷ്യലും ഒക്കെ ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരം മേഖലകളിൽ നമ്മുടെ പ്രൊജക്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു പ്രൊജക്ട് ഫോർമുലേഷൻ സ്റ്റെപ്പിൽ ചെയ്തു വരുന്നത്. ഓക്കെ, സ്റ്റേജസ് ഓഫ് പ്രൊജക്ട് ഫോർമുലേഷൻ. നമ്മൾ പറഞ്ഞു പ്രൊജക്ട് ഫോർമുലേഷനിൽ കുറച്ചധികം ആസ്പെക്ട്സുകൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യണേന്ന്. അപ്പോൾ അതിലൊന്നാമത്തേതാണ് ഫീസബിലിറ്റി അനാലിസിസ്. This analysis is undertaken with the objective of ascertaining the desirability of investing funds in a project idea. അതായത് ഒരു പ്രൊജക്റ്റ് ഐഡിയയിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം ഡിസൈറബിൾ ആണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 3 പോസിബിലിറ്റീസ് ആണ് വരിക. ഒന്നാമത്തെ എന്താണ്? അനാലിസിസ് കഴിയുമ്പോൾ നമ്മളൊരു സൊല്യൂഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉണ്ടാകുക. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഐഡിയ സീംസ് ടു ബി ഫീസബിൾ. അതായത് നമ്മുടെ പ്രൊജക്റ്റ് ഐഡിയ ഫീസബിൾ ആണ്, നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു അനുമാനത്തിലെത്തുകയാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്റ്റ് ഐഡിയ ഇസ് നോട്ട് ഫീസബിൾ. അതായത് ഇതൊരു പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള അനുമാനത്തിലെത്തുന്നു.
മൂന്നാമത്തത് അനേബിൾ ടു അറൈവ് അറ്റ് എ കൺക്ലൂഷൻ, അതായത് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല, ഫീസിബിൾ ആണോ അല്ലെങ്കിൽ നോട്ട് ഫീസിബിൾ ആണോ എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റുന്നില്ല. സോ ഒരു ഓൺടർപ്രണറെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്റ്റ് ഐഡിയ സീംസ് ടു ബി ഫീസിബിൾ എന്നുള്ളൊരു പോസിബിലിറ്റിയിൽ മാത്രമാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കി രണ്ട് പോസിബിലിറ്റിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇതാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് അനാലിസിസ് ആണ് ടെക്നോ ഇക്കണോമിക് അനാലിസിസ്. It is mainly concerned with the identification of the project demand potential and the selection of the optional technology suitable for achieving the project objective. അതായത് നമുക്കറിയാം, നമ്മളൊരു പ്രോജക്റ്റ് പ്രപ്പോസലായിട്ട് വരികയാണ്. അപ്പോൾ എന്തുണ്ടായിരിക്കണം, മാർക്കറ്റിൽ ആ ഒരു പ്രപ്പോസലിന് ഡിമാൻഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ഡിമാൻഡ് ഇല്ലാതെ, ആളുകൾക്ക് ആവശ്യമില്ലാത്തൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് അതിന് എന്തോരം ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യുകയാണ് ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്തും കൂടെ നമ്മൾ നോക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്കറിയാം നമ്മളൊരു ടെക്നിക്കലി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്റർപ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിന് എന്തൊക്കെ തരത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടാണ് വേണ്ടതെന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് പ്രൊജക്ട് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ്. അതായത് ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിംഗിൾ ആക്ടിവിറ്റി കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്ട് ഡിസൈനിൽ എന്താ ചെയ്യുന്നത്, ഏതൊക്കെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ആണ് ആ പ്രൊജക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് അനാലിസിസും കൂടെ ചെയ്യും. അതായത് ഈ ആക്ടിവിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, ഏത് ഫസ്റ്റ് ചെയ്യണം, ഏത് സെക്കൻഡ് ചെയ്യണം, എങ്ങനെയാണ് ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു അനലൈസ് ചെയ്യണേനെയാണ് പ്രൊജക്ട് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ആണ് ഇൻപുട്ട് അനാലിസിസ്. ഇറ്റ് ഈസ് ബേസിക്കലി കൺസേൺ വിത്ത് ഐഡന്റിഫിക്കേഷൻ, ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് പ്രൊജക്ട് ഇൻപുട്സ്. നമുക്കറിയാം, പ്രൊജക്റ്റ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ഇൻപുട്സ് ആവശ്യമാണ്. അതായത് റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ടെന്നും എവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ്. It is nothing but looking into the financial viability of the project. The probable project cost is estimated in advance and possible revenue from the project is arrived at. നമുക്കറിയാം, ഒരു പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസിന്റെ എന്തിൻ്റെയോ ആയിക്കോട്ടെ, ഫിനാൻസ് എന്ന് പറയുന്നത് ലൈഫ് ബ്ലഡ് ആണ്. സോ ഈ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നൊക്കെ പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, എവിടെ നിന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും, അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾക്ക് ഈ പ്രോജക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പോസിബിൾ ആയിട്ടുള്ള റവന്യൂ എത്രയാണ്, ഭാവിയിൽ നമുക്ക് എത്ര ലാഭം കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുകയാണ് ഫിനാൻഷ്യൽ അനാലിസിസിൽ ചെയ്യുന്നത്. Then socio-cost benefit analysis. The socio-cost benefit analysis aims at analyzing the real contribution of the project investment towards the welfare of society in particular. ഇന്നത്തെ കാലത്ത് CSR പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബാക്കി നമുക്കറിയാം നമ്മുടെ എന്റർപ്രൈസ് സൊസൈറ്റിയിലാണ് ലിവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ് ആ ഒരു പ്രൊജക്ട് പ്രപ്പോസൽ എന്താണ് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുകയാണ് സോഷ്യോ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ആണ് പ്രീ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. The findings of the feasibility analysis, techno-economic analysis, project design and network analysis, the input analysis, financial analysis, socio-cost benefit analysis are summarized and presented to those concerned to make the investment decision to accept or reject the proposal or project. അതായത് ഈ പറഞ്ഞ അനാലിസിസുകളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ഫൈൻഡിങ്സിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് സമ്മറൈസ് ചെയ്യാണ് എന്തിലേക്ക്, അതായത് ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ, റിജക്റ്റ് ചെയ്യണോ, സ്വീകരിക്കണോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിനെ അതിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രീ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി മുതൽ നമ്മൾ പ്രോബ്ലം പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇനി വരുന്ന സ്ലൈഡ്സ് എല്ലാം തന്നെ പ്രോബ്ലത്തിൻ്റെ ബേസ് ആണ്. ഓക്കെ, ഇപ്പോൾ പ്രൊജക്ട് ഫിനാൻസ്. Project finance means arrangement of sufficient funds to meet the requirements of a specific project. അതായത് എന്താണ് പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്? ഫണ്ടാണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഫണ്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്പെസിഫിക് പ്രൊജക്റ്റ് റൺ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ടിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയാം.
The ways and means of financing a project may differ from project to project. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓരോ പ്രൊജക്റ്റിൻ്റെയും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഓരോ പ്രൊജക്റ്റിൻ്റെയും എയിംസും അതിൻ്റെ നീഡ്സും ഒക്കെ തന്നെ എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ എല്ലാ പ്രൊജക്റ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇനി ബേസിക്കലി നമുക്ക് രണ്ട് തരത്തിലുള്ള സോഴ്സസ് ആണ് പ്രൊജക്റ്റിനെ ഫിനാൻസ് ചെയ്യാനായിട്ട് ലഭിക്കുന്നത്. ഒന്നാമത്തത് ഇന്റേണൽ ആണ്, സെക്കൻഡ് വൺ ഇസ് എക്സ്റ്റേണൽ. സോ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എന്റർപ്രൈസിന്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന ഇന്റേണലി നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന ഫണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓണേഴ്സ് ഫണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, റീറ്റെയിൻഡ് ഏർണിങ്സ് എക്സെട്ര. അതായത് ഓണേഴ്സ് ഇറക്കുന്ന ഫണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫേമിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഏർണിങ്സ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഫണ്ടുകളെയാണ് ഇന്റേണലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകളെയാണ് ഇന്റേണൽ ഫിനാൻസ് എന്ന് പറയാം. സെക്കൻഡ് വൺ ആണ് എക്സ്റ്റേണൽ ഫിനാൻസ്, അതായത് പുറത്തു നിന്ന് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ. ഇപ്പം ഇൻഡിവിജ്വൽസിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ നമ്മൾ ബോറോ ചെയ്യുന്ന ഫണ്ട് എക്സ്റ്റേണൽ ഫണ്ടായിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ജനറലി നമ്മൾ ഫിനാൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് capital required to finance fixed assets such as plant and machinery, land and building, etc. അതായത് ലോങ് ടേമിലേക്ക് നമ്മൾ സെക്യൂർ ചെയ്യുന്ന അസറ്റ്സിനെയാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുക. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ്സ് പ്രൊക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും? ക്യാപിറ്റൽ റിക്വയർഡ് ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് ഓഫ് ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമുക്കറിയാം ഡേ ടു ഡേ എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ വേജസ് കൊടുക്കണം, മെറ്റീരിയൽസ് മേടിക്കണം, ഇതൊക്കെ എന്താണ് ഡെയിലി വരുന്ന എക്സ്പെൻസുകളാണ്. സോ അങ്ങനത്തെ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെ നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പ്രൊജക്ട് ഫിനാൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും ഫേം ടു ഫേം ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെയാണ് നേച്ചർ ഓഫ് ബിസിനസ്. അതായത് ഇപ്പോൾ ഒരു ഫേം ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? മെറ്റീരിയൽ മേടിക്കണം, ലേബറിന് പൈസ കൊടുക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ ബൈ ആൻഡ് സെയിൽ മാത്രം നടത്തുന്ന, പ്രൊഡക്ഷൻ നടത്താത്ത ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അധികം ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നില്ല. ദെൻ സൈസ് ഓഫ് ബിസിനസ്. നമുക്കറിയാം ലാർജ് ഫേംസ് ആണെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒബ്വിയസ്ലി കൂടുതൽ വേണ്ടതായിട്ട് വരും. അതേസമയം സ്മോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് മാത്രം വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. ദെൻ പ്രൊഡക്ഷൻ സൈക്കിൾ. അതായത് ഒരുപാട് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഫേമാണ്. ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് 4, 5, 6 സ്റ്റെപ്സ് നീളുന്നതാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതേസമയം 1, 2 സ്റ്റെപ്സിൽ കൂടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്, പ്രൊഡക്ഷൻ സൈക്കിൾ ആണുള്ളതെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറവ് മതിയായിരിക്കും. ദെൻ ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ. അതായത് നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് സെയിൽസ് മാത്രമല്ല നടക്കുന്നത്, ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്നുണ്ടാകും. സോ ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വരും. അതേസമയം ക്യാഷ് സെയിൽസ് മാത്രം നടക്കുന്ന ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് മതിയായിരിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കുറവ് മതിയായിരിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. അതായത് ഈ ക്രെഡിറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇതുപോലെയുള്ള കറണ്ട് അസറ്റ്സുകളൊക്കെ തന്നെ കൺവേർട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ള സമയം കൂടുതലാണ്, മണിയാക്കി മാറ്റാനായിട്ടുള്ള സമയം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായി ആവശ്യമായിട്ട് വരും. അതേസമയം കുറവ് സമയത്തിനുള്ളിൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയായിരിക്കും. നെക്സ്റ്റ് ട്രേഡ് സൈക്കിൾ. അതായത് നമ്മുടെ ഇക്കോണമി പല സമയത്തും പലതരത്തിലുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നുണ്ടാകുക. അതായത് ബൂം പീരീഡ് ആയിരിക്കും, റിസഷൻ ആയിരിക്കും, ഡിപ്രഷൻ ആയിരിക്കും. അപ്പോൾ ആ ട്രേഡ് സൈക്കിൾസും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ ലിക്വിഡ് കറണ്ട് അസറ്റ്സ്. നമ്മുടെ കയ്യിലുള്ള കറണ്ട് അസറ്റ്സ്, ലിക്വിഡ് ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് മണിയാക്കി മാറ്റാൻ പറ്റുന്ന കറണ്ട് അസറ്റ്സ് ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറവായിരിക്കും. അതേസമയം ലിക്വിഡ് കറണ്ട് അസറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ അതർ ഫാക്ടേഴ്സും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ.
അതായത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരെ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ഈ ഒരു ഡയഗ്രാം വരച്ചു വെച്ചാൽ തന്നെ നമുക്ക് ആ 6 മാർക്സും കിട്ടാറുണ്ട്. സോ ഇതിൽ വർക്കിംഗ് ക്യാപിറ്റലിലെ സൈക്കിളാണ്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. സോ ദിസ് സ്റ്റാർട്ട് വിത്ത് ക്യാഷ്. ക്യാഷ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? റോ മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതായത് പ്രൊഡക്ഷനിലേക്ക് കടക്കുന്നു. ദെൻ റോ മെറ്റീരിയൽസ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് മാറുന്നു. വർക്കിംഗ് പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നു. ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും? സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷും ലഭിക്കും, ഒപ്പം എന്താകും? ക്രെഡിറ്റ് ആയിട്ട് പോകുന്നുണ്ടാകും. അപ്പം നമ്മൾ ക്രെഡിറ്റിന് കൊടുത്ത് നമുക്ക് പൈസ ലഭിക്കാനുള്ളവരെയാണ്, തരാനുള്ളവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. സോ സെയിൽസ് ഡെപ്റ്റേഴ്സ് ആകുന്നു, ഡെപ്റ്റേഴ്സ് അത് ക്യാഷിലേക്ക് പോകുന്നു. ദെൻ വീണ്ടും ക്യാഷ് റോ മെറ്റീരിയൽസ് ആകുന്നു, വർക്കിംഗ് പ്രോഗ്രസ് വരുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നു, സെയിൽ നടക്കുന്നു, ഡെപ്റ്റേഴ്സ് വരുന്നു, ക്യാഷ് ആകുന്നു, റോ മെറ്റീരിയൽ ആകുന്നു. ഈ ഒരു സൈക്കിളാണ് എന്റർപ്രൈസിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് കോൺസെപ്റ്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഒന്നാമതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. It refers to the firm's investment in current assets. Current assets are the assets which can be converted into cash within an account year. അതായത് ഒരു ഫേമിൻ്റെ കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഒരു വർഷത്തിനകത്ത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. Current assets include stock, work in progress, finished goods, debtors, prepayments, cash balance, etc. Then net working capital. It refers to the difference between current asset and current liabilities. Current liabilities are those claims of outsiders which are expected to mature for payment within an accounting year. So, net working capital conceptൽ working capital എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലൈബിലിറ്റീസിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് നമ്മൾ പറഞ്ഞു ഒരു വർഷത്തിനകത്ത് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി എന്തായിരിക്കും? ഒരു വർഷത്തിനകത്ത് മെച്യൂർ ആകുന്ന പേയ്മെൻറ്റ്സ്, അതായത് നമ്മൾ കൊടുത്തു തീർക്കേണ്ട പേയ്മെൻറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയായിരിക്കും ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരിക്കുക? ക്രെഡിറ്റേഴ്സ്, എക്രൂവൽസ്, ടാക്സ് പേയബിൾസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഡിവിഡൻസ് പേയബിൾസ്, ഷോർട്ട് ടേം ലോൺ, ഇതൊക്കെ എന്താണ്? കറണ്ട് ലൈബിലിറ്റീസ് ആണ്. സോ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് നമുക്ക് ബാലൻസ് ഷീറ്റ് അപ്രോച്ച് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. സോ രണ്ട് കോൺസെപ്റ്റ് ആണുള്ളത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേമിൻ്റെ കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതേസമയം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റീസിൻ്റെയും ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കോൺസെപ്റ്റിനെയും ഇക്വേഷൻ ആയിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഇനി കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടെ ഒരു എക്സ്പ്ലനേഷൻ പോലെ പറയുകയാണ്. കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റീസിൻ്റെയും ഒരു ഡിഫറൻസിയേഷൻ ആണ്. അതിന് കറണ്ട് അസറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ ഓർ വിത്തിൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ബിസിനസ്. അപ്പോൾ ഒരു വർഷത്തിനകത്ത് നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന, ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്. എക്സാമ്പിൾസ് നോക്കി: ക്യാഷ്, ബിൽസ് റിസീവബിൾസ്, അതായത് നമ്മൾ ഇപ്പോൾ ക്രെഡിറ്റിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബിൽ റിസീവബിൾ ആയിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സും സെയിം മീനിങ് തന്നെയാണ്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് തിരിച്ചു തരാനുള്ളവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസുകൾ നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുള്ളതാണ്, പ്രീപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ദെൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ആണ്. ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. ദെൻ ബാങ്ക് ബാലൻസ്, ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റുകളാണ്. ഇനി കറണ്ട് ലയബിലിറ്റീസിലേക്ക് വരുമ്പോഴോ, ഡെപ്റ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ദാറ്റ് ആർ നീഡ് ടു ബി പെയ്ഡ് വിത്തിൻ 1 ഇയർ. ഒരു വർഷത്തിനകത്ത് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഡെപ്റ്റുകൾ, കടകൾ, ഇതിനൊക്കെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ഷോർട്ട് ടേം ലോൺ, കുറച്ച് കാലത്തേക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ലോണുകൾ. ക്രെഡിറ്റേഴ്സ്, അതായത് നമ്മൾ പൈസ കൊടുക്കാനായിട്ടുള്ള ആളുകൾ. നമ്മളിപ്പോൾ റോ മെറ്റീരിയൽസ് മേടിക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാഷ് ബേസിസിലായിരിക്കണം എന്നില്ല മേടിക്കുന്നത്, ക്രെഡിറ്റ് ബേസിസിലായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം?
പൈസ എമൗണ്ട് തിരിച്ചു കൊടുക്കണം, പേയ്മെന്റ് തിരിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അതായത് നമ്മൾ പൈസ കൊടുക്കാനായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുക. ദെൻ ടാക്സ് പേയബിൾ, നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ടാക്സ്. ഡിവിഡൻസ് പേയബിൾ, അതായത് ഒരു നമ്മുടെ ലാഭത്തിൻ്റെ ഒരു പങ്കാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് നമ്മുടെ ഓണേഴ്സിന് കൊടുക്കുക, അപ്പോൾ അത് ഡിവിഡൻസ് പേയബിൾ. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതായത് എക്സ്പെൻസസ് ഡ്യൂ ആണ് പക്ഷെ കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള എക്സ്പെൻസുകളെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ എന്ന് പറയാം. ഇങ്ങനെയുള്ളതൊക്കെയാണ് കറന്റ് ലയബിലിറ്റീസിൽ വരുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അണ്ടർ നെറ്റ് ആൻഡ് ഗ്രോസ് കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്, രണ്ട് കോൺസെപ്റ്റിനും നമ്മൾ എന്താണ് ഇക്വേഷനും കണ്ടുവച്ചിട്ടുണ്ട്. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് 1 lakh ആണ്, കറണ്ട് ലയബിലിറ്റി 50,000 ആണ്. സോ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണ്, അതായത് ഡയറക്റ്റ് നമുക്ക് കറണ്ട് അസറ്റ് ഇവിടെ എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ, 1 lakh. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലോ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. സോ 1 lakh minus 50,000, that is 50,000 is the answer. Second problem, from the following information calculate working capital under gross and net concept of working capital. So same question ആണ് നമുക്കുള്ളത്, പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടില്ല കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷേ ഇനി തന്നിരിക്കുന്ന ഓരോ ഐറ്റംസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, കറണ്ട് അസറ്റ് നമ്മൾ ടോട്ടൽ ചെയ്യുക, കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ ടോട്ടൽ ചെയ്യുക. അതായത് കറണ്ട് അസറ്റ് ആയിട്ടുള്ള ക്യാഷ്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഇത് മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,10,000 കിട്ടും. അതുപോലെ കറണ്ട് ലയബിലിറ്റീസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 80,000 കിട്ടും. ഇനി ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. സോ നമുക്കിത് കൂട്ടി കിട്ടിയ എമൗണ്ട് ആണ് 1,10,000. ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ current asset minus current liabilities. So 1,10,000 minus 80,000. 80,000 is equal to 30,000. That's the answer. Third question. Calculate working capital of A Limited according to gross working capital and net working capital concept. Same question ആണ്, repeat ആയിട്ടുള്ള question ആണ്. പക്ഷേ ഇവിടുത്തെ ഡിഫറൻറ്റ് എന്താണ്? നമുക്ക് ഐറ്റംസ് മാത്രമേ തന്നിട്ടുള്ളൂ, ഏതൊക്കെയാണ് കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് നമുക്ക് നൽകിയിട്ടില്ല. അപ്പം നമ്മൾ അത് എന്ത് ചെയ്യണം? അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. എല്ലാ വർഷത്തെയും പേപ്പറിൽ മുടങ്ങാതെ വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വർക്കിംഗ് ക്യാപിറ്റലിലെ കാൽക്കുലേഷൻ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിലും വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുള്ള ക്വസ്റ്റ്യൻ. അതും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തരില്ല, ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ട് നമ്മളാണ് അതിനെ കറണ്ട് അസറ്റ് ആയിട്ടും കറണ്ട് ലയബിലിറ്റി ആയിട്ടും തിരിക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ സ്റ്റോക്ക്. സ്റ്റോക്ക് എന്താണ്? കറണ്ട് അസറ്റ് ആണ്, അതായത് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ കറണ്ട് അസറ്റ് എന്ന് എഴുതി വെക്കുകയാണ്, CA എന്ന് എഴുതി വെക്കുകയാണ്. ഇനി അടുത്തായിട്ടാണ് കറണ്ട് ലയബിലിറ്റി, അതായത് നമ്മൾ പൈസ കൊടുക്കാനുള്ളവരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്, CL. ഇനി ഡെപ്റ്റേഴ്സ്, നമുക്ക് പൈസ തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ്. സോ അതെന്തായിരിക്കും? കറണ്ട് അസറ്റ് ആയിരിക്കും. ഇനി ക്യാഷ് എന്ന് പറയുന്നത് എന്ത് തന്നെയാ? കറണ്ട് അസറ്റ് തന്നെയാണ്. ദെൻ ഡിവിഡൻസ് പേയബിൾ, പേയബിൾ ആണ്, നമ്മൾ കൊടുക്കാനുള്ളതാണ്, പേ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ അതെന്തായിരിക്കും? കറണ്ട് ലയബിലിറ്റി. ഇനി ടാക്സ്, ടാക്സ് ഇസ് ഓൾസോ എന്താ? പേ ചെയ്യാനായിട്ടുള്ളതാണ്. കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതാണ് ടാക്സ്. സോ അതും എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. ഷോർട്ട് ടേം ലോൺ, പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ലോണാണ്, അതെന്തായിരിക്കും? ഡെപ്റ്റ് ആയിരിക്കും, ലയബിലിറ്റി ആയിരിക്കും. സോ ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ അത് കറണ്ട് ലയബിലിറ്റി ആണ്. ഇനി ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്, അതായത് നമ്മൾ ചെറിയൊരു കാലയളവിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അതെന്താണ്? കറണ്ട് അസറ്റ് ആണ്. ഓക്കെ,
അപ്പോൾ ഇത് മാത്രമാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസിന് നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ടും കറണ്ട് ലയബിലിറ്റി ആയിട്ടും നമ്മൾ തിരിക്കണം. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഓൾറെഡി ചെയ്യാറുള്ള പോലെ തന്നെ ഇക്വേഷൻ എഴുതുന്നു, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കറണ്ട് അസറ്റുകളും, അതായത് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടും. അതുപോലെ ക്രെഡിറ്റേഴ്സ്, ഡിവിഡൻസ് പേയബിൾ, ടാക്സ്, ഷോർട്ട് ടേം ലോൺ, ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് കറണ്ട് ലയബിലിറ്റിയും കിട്ടും. സോ കറണ്ട് അസറ്റ് എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 2,80,000 ആണ്. അതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം ഇക്വേഷൻ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. സോ നമ്മൾ അതിൽ കറണ്ട് ലയബിലിറ്റീസ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1,55,000 ആണ്. 2,80,000 minus 1,55,000. Answer is 1,25,000. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് പ്രോബ്ലം. ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആസ് ഓൺ 31st March 2015 is given below. Calculate working capital under gross and net concept. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കാണാൻ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കറണ്ട് ലയബിലിറ്റീസും കറണ്ട് അസറ്റും മാത്രമല്ല തന്നിട്ടുള്ളത്, നോൺ കറണ്ട് ആയിട്ടുള്ള അസറ്റുകളും നോൺ കറണ്ട് ആയിട്ടുള്ള ലയബിലിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്. നോർമലി തേർഡ് പ്രോബ്ലം നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ബട്ട് സംടൈംസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. സോ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് നോൺ കറണ്ട് അസറ്റ് എന്ന് നോക്കാം. എന്തായിരിക്കും നോൺ കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിനകത്ത് കൺവേർട്ട് ചെയ്ത് മണി ആക്കാൻ പറ്റുന്ന, ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്. അങ്ങനെയാകുമ്പോൾ നോൺ കറണ്ട് അസറ്റ് എന്തായിരിക്കും? ഒരു വർഷത്തിനകത്ത് നമുക്ക് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റാത്ത അസറ്റുകൾ, അതായത് ഫിക്സഡ് അസറ്റ് എന്നൊക്കെ നമുക്ക്, ലോങ് ടേം അസറ്റ്സ് എന്നൊക്കെ നമുക്ക് അവരെ വിളിക്കാം. ഒന്നിൽ കൂടുതൽ വർഷം എടുത്തുകൊണ്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അസറ്റുകളെയാണ് നോൺ കറണ്ട് അസറ്റുകൾ എന്ന് പറയാം. അപ്പം നമ്മൾ ഇവിടെ അത് എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ ഇക്വേഷൻ വരുന്നത് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി റിലേറ്റഡ് ആണ്. ദെൻ ലയബിലിറ്റി സൈഡിൽ വരുമ്പോഴും നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് സെയിം. കറണ്ട് ലയബിലിറ്റി നമുക്കറിയാം ഒരു വർഷത്തിനകത്ത് പേയ്മെന്റ് നടത്തേണ്ട ഡെപ്റ്റുകളാണ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ വർഷം എടുത്തുകൊണ്ട് നമ്മൾ റീപേ ചെയ്യേണ്ട ഡെപ്റ്റുകളാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോന്നിനെയും നോക്കാം. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണേഴ്സ് ഫണ്ടാണ്. അത് ക്യാപിറ്റലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ജനറൽ റിസർവ് ഓൾസോ ഒരു റിസർവ് ആണ്, അതുകൊണ്ട് അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ലോങ് ടേം അല്ലെങ്കിൽ നോൺ കറണ്ട് ആയിട്ടുള്ള ഒരു ലയബിലിറ്റി ആണ്, നമുക്കിവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ദെൻ ക്രെഡിറ്റേഴ്സ് ഒരു വർഷത്തിനകത്ത് നമ്മൾ റീപേ ചെയ്യുന്നതാണ്, സോ അത് നമുക്ക് എടുക്കണം. ബിൽസ് പേയബിൾ ഓൾസോ നമ്മൾ പേ ചെയ്യേണ്ടതാണ്, അത് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താ? ഫിക്സഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്, അല്ലെങ്കിൽ നോൺ കറണ്ട് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്, സോ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൾസോ നമുക്ക് ഫിക്സഡ് ആണ്, അത് നമ്മൾ നോൺ കറണ്ട് ആണ്, എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് എടുക്കണം, നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒരു വർഷത്തിനകത്ത് മാറ്റാൻ പറ്റുന്നതാണ്. ദെൻ ഡെപ്റ്റേഴ്സ് ഓൾസോ നമ്മൾ എടുക്കേണ്ടതാണ്. ബിൽസ് റിസീവബിൾ എടുക്കേണ്ടതാണ്. ക്യാഷ് എടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കറണ്ട് അസറ്റ്സ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം എടുക്കുന്നത്. ഇത് കറണ്ട് ലയബിലിറ്റീസ് ആയതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അസറ്റ് ആയിട്ട് നമ്മളിവിടെ കണ്ടിട്ടുള്ള ഈ 4 എണ്ണവും നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 2 എണ്ണവും നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കറണ്ട് അസറ്റിൻ്റെ ടോട്ടലായിട്ട് 2,50,000ഉം കറണ്ട് ലയബിലിറ്റീസിൻ്റെ ടോട്ടലായിട്ട് 1,50,000 കിട്ടും. ദെൻ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ്, അതായത് 2,50,000. The net working capital is equal to current assets minus current liabilities, that is 2,50,000 minus 1,50,000. Answer is 1 lakh. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി പോർഷൻസും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പാർട്ട് 2-ൽ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഉടനെ തന്നെ പാർട്ട് 2 വരുന്നതായിരിക്കും. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.